കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും തൊഴണ്ടേ? ഇന്ന് ഗുരുവായൂരപ്പന് എന്താണ് ആ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്കെന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാനുള്ള തയ്യാറെടുപ്പുമായിട്ട് പോവാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലെ ആ വലിയ ഗണപതിനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നേരെ ആ ഗോപുരനടയിൽ കൂടെ അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ ഗോപുരനട അങ്ങനെ കഴിഞ്ഞിട്ട് ആ വാതിൽപ്പടിയുടെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിൽക്കുക, കാരണം തിരക്കല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ കയറുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വെളിച്ചം ഇങ്ങനെ കാണാം. ആ സ്വർണ്ണപ്രഭയാണ്. ആ സ്വർണ്ണ നെയ്വിളക്കിൻ്റെയും സ്വർണ്ണവിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു പ്രഭ എന്നറിയോ. അങ്ങനെ അവിടേക്ക് ഇങ്ങനെ നോക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ആ മേൽപ്പത്തൂർ ഇരുന്ന് നാരായണി എഴുതിയ ആ സ്ഥലം നോക്കാം, ആ പീഠം കാണാം. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് സ്മരിക്കാം മേൽപ്പത്തൂരിനേക്ക്. അത് കഴിഞ്ഞ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത, അതായത് വലതുവശത്ത് പോരുന്ന വഴിയിൽ തന്നെ കാണുന്ന തൂണ്, അത് കാണാം. അങ്ങനെ ഒന്ന് തൊടാൻ വേണമെങ്കിൽ തൊട്ട് നെറുകിൽ വെക്കാം. അങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ പോരുമ്പോൾ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ കാണാം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. ഇന്ന് ഊഞ്ഞാലാടുന്ന കണ്ണനാണ് കേട്ടോ. ആ കളഭം കൊണ്ട് ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ട്. അതിനിങ്ങനെ ആ പൂവ് കൊണ്ടുള്ള ആ വള്ളി അങ്ങനെ കയറിന് ബദലായിട്ട് പൂക്കൾ കൊണ്ട് തന്നെയാണ് കയറായിട്ട് വിരിച്ച മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഒരു 2-3 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. ചെറിയ കുഞ്ഞു കുട്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല തടിയൊക്കെ കുമ്പൊക്കെ ഉണ്ട്. ആ നേദ്യമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വെണ്ണയൊക്കെ കൊടുത്ത് ഇങ്ങനെ അത് കഴിച്ചപ്പോൾ ഇനി കുറച്ച് നേരം ഊഞ്ഞാലാടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഊഞ്ഞാലാടാൻ പോയിരുന്നെണ്ണ. ശരിക്കും ഇങ്ങനെ ചെറുന്നനെ ഊഞ്ഞാലാടുകയാണ് ആളെ. നല്ലൊരു കാഴ്ചയാണ് ആ കാണുന്നത്. ഒരു കാല് 2 കാലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒന്നിങ്ങനെ കുതിക്കണ മാതിരിയൊക്കെയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. പട്ട് ഒക്കെ ഞൊറിഞ്ഞെടുത്തിട്ട് പട്ടുകോണൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. അതുപോലെ അവർ 5 ഗോപീതിലകം വെച്ചിട്ടുള്ള ഒരു മാല കഴുത്തിലുണ്ട്. അതുപോലെ ഒരു മാലയും കൂടി ഉണ്ട്, വളയം പോലത്തെ ഒരു മാല. നെറ്റിയിലതാ സ്വർണ്ണ ഗോപിയുണ്ട്. കൈകളിലും കാലുകളിലും കാൽത്തളകളും കൈവളകളും ഉണ്ട്. അതുപോലെ ചെവിപ്പൂക്കളുണ്ട്, ആ തോൾവളകളുണ്ട്. എല്ലാം കൊണ്ട് നല്ല നിറഞ്ഞ ആ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇരിക്കുന്നത്. ഊഞ്ഞാലാടുന്ന കണ്ണനായിട്ടാണ് ഇരിക്കുന്നത്. വളരെ സന്തോഷകരമായൊരു കാഴ്ചയാണ് ആ ശ്രീലകത്തുള്ളത്. എന്താ ഒരു കാഴ്ച എന്നറിയോ, നല്ല രസമായിട്ടുണ്ട്. ഇന്നത്തെ പഞ്ചഗവ്യാടലും നവകാടലും അതുപോലെ ഉച്ച പൂജയൊക്കെ പഴയ നന്തോദിക്കനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കളഭാലങ്കാരം ചെയ്തിട്ടുള്ളത് കക്കാട് കൊച്ചോദിക്കനാണ്. വളരെ നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ സന്തോഷമാണ് അവിടെ ആ മുന്നിലിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ. നമുക്ക് ആ കാണാൻ പറ്റുന്ന നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്ന തരത്തിലാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുക. വളരെ സന്തോഷമാണ്. അവിടെ ഇപ്പം എല്ലാവരും ആ നടയുടെ മുന്നിലാണ്. നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഉണ്ടായ ആ കളഭാലങ്കാരം അത് കണ്ട് തൊഴുകയാണ് എന്ന് നമ്മൾ സങ്കല്പിച്ച നമ്മുടെ മനസ്സിലേക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഊഞ്ഞാലാടുന്ന കണ്ണൻ്റെ ആ രൂപം എത്തുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് പോരാം. അപ്പം എല്ലാവരും തൊഴുതോളൂ കേട്ടോ. നന്നായിട്ട് മനസ്സിരുത്തി തൊഴുതോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നമ്മളിലൊക്കെ എത്തട്ടെ. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടു. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ രാവിലെ നിർമ്മാല്യവും തൊഴാൻ പറ്റി. ഇപ്പോൾ ഉച്ചപൂജയായി. അപ്പോൾ ഓരോ ദിവസത്തെയും ഓരോ ഭാഗ്യങ്ങളാണ്. ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതുപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും, അതുപോലെ താമരയും
തെച്ചിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 മാല ഉണ്ടമാലകൾ ചാർത്തിയിട്ടുള്ളത്. അതുപോലെ തിരുമുടി മാലകളുണ്ട്. തിരുമുടി മാലയും തെച്ചിയും താമരയും ആയിട്ട് ഒന്ന്, തുളസിയും തെച്ചിയും പിന്നെ വെളുത്ത പൂവുണ്ട്, അങ്ങനെ ഒന്ന്, അങ്ങനെ 2 തിരുമുടി മാലകളുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട്, അതേപോലെ വിധാനമായിട്ട് തിരുമുടി മാലകളുടെയും ഉണ്ടമാലകളുടെയും ഇടയ്ക്ക് മേലെ ആ വിധാനമായിട്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസി കൊണ്ടുള്ളൊരു മാലയുണ്ട്. അതേപോലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ താമരയും തെച്ചിയും ഒക്കെ ആയിട്ട് 4 മാലകൾ ഇങ്ങനെ മേലെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ വിഗ്രഹത്തിൻ്റെ മേലെ. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കണ്ടോളൂ, കണ്ട് തൊഴുതോളൂ കേട്ടോ. നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ, ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് വരുമ്പോൾ ഇനി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ശ്രീലകത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാലേ, സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ അഗ്നികോണിലൊക്കെ പോയിട്ട് ചുമ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അഗ്നികോണിലേക്കൊക്കെ നോക്കി തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്താം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ, വിഘ്നേശ്വരന് നല്ല അലങ്കാരത്തോടെ അങ്ങനെ ഇരിക്കണം. ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിട്ട് എന്താ ഒരു രസം. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അവിടെ നോക്കിയാൽ ആ ഫോട്ടോൻ്റെ മുകളിൽ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. വിളക്കമുണ്ട്, വിളക്ക് ഇങ്ങനെ കത്തുണ്ട്, വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഗണപതി ഭഗവാനെ കാണാം. അവിടെയൊക്കെ ആരോ മാല ചാർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങാം. മേൽശാന്തിയിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ വന്ന് ആ സാഷ്ടാംഗം നമസ്കരിക്കാം. സാഷ്ടാംഗം നമസ്കരിച്ച് ഇനി നമുക്ക് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോൾ ആ അനന്ത പത്മനാഭസ്വാമീനെ ഇങ്ങനെ കാണാം. മുകളിൽ വിധാനമായിട്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ ആ ദശാവതാര രൂപങ്ങളൊക്കെ ഭാർഗവരാമനെയും ബലരാമനെയും ഒക്കെ കണ്ടിങ്ങനെ പോരാം. ആ കൃഷ്ണനെയും അതുപോലെ ആ സുബ്രഹ്മണ്യ സ്വാമി, ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ടിങ്ങനെ തൊഴുതിങ്ങനെ പോരുമ്പോൾ ആ ഓവിൻ്റെ അവിടെ വന്ന് വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കടന്ന ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. താമരക്കണ്ണനെ കാണാതെ നമുക്ക് പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ആ കിണറൊക്കെ കണ്ട്, മണിക്കിണറൊക്കെ കണ്ട് നേരെ ഇങ്ങനെ പോരുമ്പോൾ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ആ നൃത്തറയിലേക്ക് നോക്കിയാൽ കിടാവൾക്ക് കാണാം. അങ്ങനെ അവിടുന്ന് അത് കണ്ട് തൊഴുത് നേരെ കുറൂരമ്മേനെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴാം. അങ്ങനെ തൊഴുതിങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടക്കാം. പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. തീർത്തൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഇനി എടത്തരികത്തുകാവിൽ അമ്മയുടെ അടുത്തേക്ക് പോരാം. എടത്തരികത്തുകാവിൽ അമ്മേനെ കണ്ടിട്ട് വേണ്ടേ ഭഗവതീനെ കാണാഞ്ഞാൽ പിന്നെ അത് പിണക്കാവും. അപ്പോൾ ആ നേരം നമുക്ക് കണ്ടേ പോരാൻ പറ്റൂ. ആ അമ്മയെ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ വിഷമാവും. ഭഗവതിക്ക് നമ്മളെ കണ്ടില്ലെങ്കിലും വിഷമാവും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് കാണാം അമ്മേനെ. നല്ല നല്ല രസമായിട്ട് തന്നെ, നല്ല സുന്ദരിയായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. നല്ല എല്ലാ അലങ്കാരത്തോടും കൂടിയിട്ടായിരിക്കണത് എടത്തരികത്തുകാവിലെ അമ്മ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് സങ്കടവും സന്തോഷമൊക്കെ അവിടെ പറഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ ആ സൈഡിൽ നോക്കിയിട്ട് നമ്മയൂരപ്പനെ കണ്ട് തൊഴാം. അവിടുന്ന് അങ്ങനെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ പോരുമ്പോൾ ഒന്നുകൂടി ആ കൊടിമരമൊക്കെ കാണും. ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നും കൂടി നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ, ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ത്വരയിൽ നമ്മൾ ഒന്നുകൂടി നോക്കുന്നു. അപ്പോൾ ഒന്നും കൂടി കാണാൻ പറ്റും. അങ്ങനെ കണ്ട് നേരെ ഇങ്ങനെ പോരുക. നേരെ പോന്ന് അങ്ങനെ ആ കൂത്തമ്പലത്തിലേക്കൊക്കെ നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ പിന്നെ പറയാനില്ല. നിത്യവും ഇപ്പോൾ കെട്ട് നിറച്ച സ്വാമിമാരുടെ തൊഴലും സ്വാമിയെ വിളിക്കലും ശരണം വിളിയൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ അയ്യപ്പസ്വാമി ആ ശബരിമലയിലത്തെ അതേപോലെ തന്നെ അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അത് കണ്ട് തൊഴാം.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേസ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളൊന്ന് വലം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പടിഞ്ഞാറ നടയിലേക്ക് ഇങ്ങനെ വരുന്നു. പടിഞ്ഞാറ നടയിൽ വന്നാൽ അവിടെ നിന്നിട്ട് ആ ദീപസ്തംഭവും ആ കൊടിമരമൊക്കെ ഒന്നിങ്ങനെ കാണാം. അത് കണ്ട് തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള കളഭാലങ്കാരം ചെയ്ത ശ്രീ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ ദർശിച്ചു. അപ്പം എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ കണ്ട ആ ഒരു പ്രതീതി ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ ഹരേ. പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ, മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ.